പണിയാത്തൊരു സാധനമാണ്. നമ്മളൊരു ട്രാവലർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രാവലർ തന്നെ ഫുള്ളപ്പം നമ്മൾ മേക്ക് ചെയ്യണ ഈ വീഡിയോ തന്നെ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ആംഗിളൊക്കെ മുറിച്ചെടുക്കാം. നമ്മൾ ആ ട്രാവലറിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് മേളിൽ പെട്ടി പണിയണത് അത് രണ്ടാമത് ലാസ്റ്റേ നമ്മൾ പണിയത്തുള്ളൂ. ഇപ്പോൾ പണിയുന്നില്ല പെട്ടി. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ തരാം. ഇതാണ് വണ്ടിയുടെ ആ ഒരു ആംഗിൾ വരുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോണ വർക്ക് എന്ന് പറഞ്ഞാൽ അധികം വലിയ വർക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഏറ്റവും അവസാനം ഇത് മേളിലുള്ള ആ ഒരു റൂഫിൻ്റെ ആ ഒരു ഭാഗം ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ അച്ചറ പണിയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. അല്ലറ ചില്ലറ അത് അപ്പോൾ അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിലുണ്ടാക്കാൻ നല്ല പാടാണ്. കാര്യം ക്യാറ്റ് ബോർഡാണ്. ബട്ട് അതുകൊണ്ട് നല്ല പണിയിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സുനാപ്പിളി കത്രികയിലാണ്. ഈ ഒരു കുഞ്ഞിക്കാപ്പിളി കത്രികകളാണ് നമ്മുടെ പണി. ഭയങ്കര പാടാണ്, ഭയങ്കര പാട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ 10-15 മിനിറ്റ് മുന്നേ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടു. നമ്മുടെ ഗ്യാരേജിലൊരു പോസ്റ്റർ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല, ഒരു ട്രക്കിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ട് ഗൈസ്, അതിൽ പോയി കണ്ടാൽ മതി. രണ്ടാമത്തെ വീഡിയോ ആണ്. ആ ഇപ്പം ഫസ്റ്റത്തെ വീഡിയോ ഇതായിരിക്കും ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും അത് തന്നെ. കാര്യം ഫസ്റ്റ് ആണ് ഇട്ടത്. ശരി, പിറ്റ്ബുൾ വരക്കണ കേട്ടോ ഗൈസ്. നാടൻ പിറ്റ്ബുൾ. ശരി, ലസാബ്സ് പിറ്റ്ബുൾ സാധനം പിറ്റ്ബുൾ എന്ന് പറഞ്ഞാലും പക്ഷെ വല്ലവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നൂലൊക്കെ ഇങ്ങനെ പേടിച്ചു കിടന്നു ഗൈസ്. പാവം. നമ്മളിത് അധികം ഇതാക്കുന്നില്ല. നമ്മൾ മാർക്ക് ഇത് ഇങ്ങനെ ചുമ്മാ മാർക്ക് ഇടുവാണ്. DJ പിന്നെ എന്നാ നിങ്ങൾ എൻ്റെ ചേട്ടനായ ഈ ക്യാമറമാനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, ശ്രീഹരി VS. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഈ വണ്ടി പണി നടക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ അടുത്ത പീസ് തപ്പണം. കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പം 2 പീസ് കിട്ടി. അപ്പം ഇന്ന് അടുക്കൊരു പീസിലാണ് ഇങ്ങനത്തെ. നമ്മളത് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്കത് പിടിപ്പിച്ചിട്ട് ഗൈസ്, അപ്പം ഞാൻ ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗൈസ്, ഇവൻ്റെ ബർത്ത്ഡേക്ക്. അതിൻ്റെ സാധനം ഞാൻ ഇപ്പം പറയണോ? ഒരു ഫോം ഷീറ്റാണ്. അതെ ഗൈസ്. ഇവൻ എപ്പോഴും ക്യാറ്റ് ബോർഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വലിയൊരു ഫോം ഷീറ്റ് തന്നെ മേടിക്കാമെന്ന്. അതാകുമ്പം എളുപ്പമായിട്ട് നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൽ പാടാണ് കേസ്, അതുകൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല ഡീറ്റെയിലിങ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഫോം ഷീറ്റിൽ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പിന്നെ കാർഡ് ബോർഡിൽ കുറേ ഡീറ്റെയിലിങ് ചെയ്യുന്നുണ്ട്. ആ, ക്യാറ്റ് ബോർഡിൽ ചെയ്യില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ് ഗൈസ്. വളരെ കോമൺ ആയിട്ടുള്ള അതെ ഗൈസ്, ഒരു കലയാണ്. കാര്യം ചെറുതായിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അതെ, ക്ഷമിക്കുക. സോറി, അങ്ങനെ പറയാൻ പാടില്ല, അറിയാണ്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് ഗൈസ്. വേറെ സാധനം ആരും തൊണ്ടക്കുഴിയിലേക്ക് മണ്ണെണ്ണ ഒഴിക്കരുത്. ഗൈസ്, ശിവകുട്ടിയുടെ ഫോട്ടോ. നമുക്ക് വീഡിയോ കാണാം. എങ്ങനെയുണ്ട് ഗൈസ് നമ്മളുടെ കഷ്ടപ്പാടിന് ബലം ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരാം ഗൈസ്. സ്പീഡിലിടാം, അപ്പോഴേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് 2 വർഷം എടുത്താലേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ട് സ്പീഡാണ്. വിതച്ചത് നാളെ നാട്ടിൽ കണ്ട ഗൈസ് വണ്ടി ഫ്ലെക്സ് വെച്ച് പണിയെടുത്ത. ഇനി പൊക്കത്തെ ഭാഗത്ത് പിടിപ്പിക്കാല്ലേ? പൊക്കത്തിൽ നമ്മൾ ഏറ്റവും അവസാനം ഫ്രണ്ട് ഭാഗമല്ലേ ഇത്? അല്ല, ഇത് പുറകു ഭാഗം ഗൈസ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പണി പെട്ടെന്ന് കഴിയുമല്ലേ. ഈ വണ്ടി കുഞ്ഞനാണെങ്കിലും പെട്ടെന്ന് നമ്മളെ പണി കഴിയും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്യാറ്റ് ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പശ പിടിക്കും.
ഈ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് പാടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫോം ഷീറ്റ് കത്തിപ്പോവും ചില സമയം, പുകഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ അതുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്, നോക്കിക്കോണേ. ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഇവിടെ ഒരു ബ്ലാക്ക് സാധനം ഉണ്ട് ഗൈസ്. എൻ്റെ കയ്യെ ജസ്റ്റ് ഒന്ന് വീണതാണ്. തൊലി വേഗമുണ്ട് കയ്യിൽ. ഞാൻ എൻ്റെ ഗ്യാരേജിലെ 2 ബസ് ഇറക്കിയിട്ടുണ്ട് ഞാനപ്പോൾ. ഇവൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാനത് ചാനലിടാല്ലേ. അത് ഒന്ന് ഒപ്റ്റിമസ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഫോം ഷീറ്റിൽ, അത്യാവശ്യം വലിയ വണ്ടിയാണ്. പിന്നെ ഐക്കോണിക് എന്ന് പറയുന്നത്, ഐക്കോണിക് ദി ബോസും ഒപ്റ്റിമസ് ദി ബോസും, ഈ 2 സാധനമാണ് നമ്മൾ ഇറക്കിയേക്കുന്നത് കേസ്. അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വരുമ്പം. കേസ് ഇതിൻ്റെ പേരെന്താ? ഇതിന്റെ പേര് ഇത് ശരണ്യ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ശരണ്യ ഗൈസ്, ശരണ്യ ട്രാവൽസ്. ശരണ്യ ട്രാവൽസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിലേക്ക്. അങ്ങനെ ഇവിടെയുള്ള വണ്ടിയല്ലേ, നമ്മുടെ കുറച്ച് ദൂരത്തുള്ള ഒരു തിരുവനന്തപുരം സൈഡിൽ. അപ്പൊ ഇതിന്റെ ബാക്ക് നമ്മളൊക്കെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ നമ്മൾ പണിയണത്. സാധാ ചില ആൾക്കാരൊക്കെ പണിയണത് അധികം തുറക്കണം അങ്ങനെ ആരും പണിയത്തില്ല. ബാക്ക് ഇതിന്റെ തുറക്കാൻ പറ്റും. ചിലപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/36 സ്കെയിലാ, 42 സ്കെയിൽ വല്ലതും ആയിരിക്കും. കാര്യം സ്കെയിലല്ല, ഇത് പൊട്രാക്ടറാണ്. പൊട്ടാതല്ല ഈ വണ്ടിയുടെ ഇങ്ങനെ ഒരു വണ്ടി ചില ഈ മെറ്റൽ ഡോസ് ഒക്കെ ഇല്ലേ 1/30 സ്കെയിൽ, അതിപ്പോൾ ഇതൊരു 1/20 ആയിരിക്കും. കാര്യം അത്യാവശ്യം ചെറുതുമാണ് എന്നാൽ വലുതുമല്ല, ഒരു മീഡിയം സൈസ്. ഇത് ഫുള്ളി ഗ്ലാസ് ആട്ടോ. ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അല്ല ഗ്ലാസ് അല്ല, അത് അവിടെ മുറിച്ചിട്ട് ഇതിന്റെ കളർ എന്നാടാ? ഈ വണ്ടിയുടെ കളർ വൈറ്റ്, ഫുൾ വൈറ്റ് ആണ്. പിന്നെ നമ്മൾ കുറെ ഡിസൈനുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വണ്ടിയുടെ പേര് ശരണ്യ. അല്ല വണ്ടിയുടെ പേര് എടാ, വണ്ടിയുടെ പേര് ഫോഴ്സ് ട്രാവലർ. നമ്മുടെ ഭാരത് ബെൻസിന്റെ അല്ലേ എഞ്ചിൻ? ബെൻസിന്റെ എഞ്ചിൻ അല്ലേ? ആ അന്ന് പറയാൻ പറ്റില്ല, ബെൻസിന്റെ എഞ്ചിനല്ലേ വണ്ടിക്ക്? അത് ഏത് വണ്ടിക്കാരും ഇതേ ടൈപ്പ് അല്ലേ ഇത്? ബെൻസിന്റെ എഞ്ചിനായി അങ്ങനത്തെ വണ്ടി. ഇത് അർബാനിയൊന്നുമല്ല, പക്ഷേ അർബാനിയൊക്കെ ബെൻസിന്റെ എഞ്ചിനാണ്. കിട്ടിയാലോ അത് പറന്ന് നല്ല പവറിൽ കയറും വണ്ടിക്ക്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇവന്റെ ഒരു മാമന്റെ ഒക്കെ നിശ്ചയത്തിന്, ഇവന്റെ വേറൊരു മാമന്റെ നിശ്ചയത്തിന് ആ വണ്ടിയായിരുന്നു. നമ്മള് കഴിഞ്ഞ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് പവിഴത്തിന്റെ ഒരു ഭാരത് ബെൻസിന്റെ ഒരു വണ്ടിയാണ് പവിഴം. നീ കണ്ടായിരുന്നോ? വണ്ടിയല്ലേ? ഇച്ചിരി പാടാണ് കാര്യം കൈ പക്ഷെ വേണം പൊള്ളിപ്പോവും. നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. നല്ല കൈ പൊട്ടി പിടിച്ച് പറഞ്ഞല്ലോ കൈസ്. അതാണ് ഈ പ്രശ്നം. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ക്യുക്കാണ് കൈസ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്യുക്കാണ് കൈസ്. ഫ്ലെക്സ് പെട്ടെന്ന് ക്യുക്കാണ്. ഒരു അങ്ങനത്തെ ഒരു പക്ഷിയാണ്. പണിപാളി ഫ്ലാഷ് ഓൺ പിറ്റ്ബുൾ ഇവിടെ നടപ്പുണ്ട്. അതാണ് പ്രശ്നം. എടാ വിളിച്ച് വരുത്തല്ലടാ നീ. ഇവിടെ ഒരു പിറ്റ്ബുൾ ഉണ്ട്, അതാണ് പ്രശ്നം. എടാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അതിന് പേടിയല്ലടാ? ഇല്ലേ? വണ്ടിയാണല്ലേ ഫ്രണ്ട് ഭാഗം ഒട്ടിക്കാണ്. ഫ്രണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ആ ബോണറ്റിൻ്റെ ആ ഒരു ഷേപ്പില്ല ഇങ്ങനെ, അതും ഇച്ചിരി പാടായിരിക്കും. കയ്യ ഒടി പിടിച്ചിട്ടുണ്ട് ഗൈസ്. കാണിച്ചെടുത്ത് തൂക്കിയിട്ട് പറഞ്ഞ് ചില്ലറ കാര്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. കാര്യം അത്രക്കൊരു പണിയാണ് ഗൈസ്. എടാ നീ ഇപ്പം ഉണ്ടാക്കിയേക്കണ വണ്ടിയാണ് എല്ലാം കൂടി എത്ര നാളെടുത്ത് ഉണ്ടാക്കിയതാണ്?
വർഷം. ജനിച്ചിട്ട് ഇപ്പം എത്ര മാസമായി? എത്ര വർഷമായി? 10 വർഷം. 10 വർഷമായി. 10 വയസ്സുണ്ട് ഇപ്പം. അപ്പം ഇത് 4 വർഷം മുന്നെന്ന് പറയുമ്പോൾ പിന്നെ എത്ര? 6 വയസ്സിലോലെ ഉണ്ടാക്കിയായിരിക്കും കേസ്. അത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാണ് ഈ വണ്ടി. പിന്നെ ഇത്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയത് ഈ മഞ്ഞ, പിന്നെ ഇത്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് ഈ പച്ചയും പിന്നെ ആ ഒരു ഓറഞ്ചും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഭദ്ര. മൂന്നാമത് ഉണ്ടാക്കിയത്. ബോണറ്റ് തുറക്കാവുന്ന ഒരു രീതിയിലാണ്. അത് വേണ്ടത്. ബോണറ്റ് തുറക്കണേന്ന് ഞാൻ പറഞ്ഞു. ഷേപ്പിലൊക്കെ ശരിയാ, നീ കേട്ടത് ശരിയാ. സാധനം കൊള്ളാം കേസ്, എനിക്ക് ഇഷ്ടപ്പെടും കേസ്. ഇതാണ് വെവർ പവർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി പവറുള്ള സാധനം. ഈ ഒരു പുതുപ്പള്ളി സാധു വണ്ടിയുടെ പേര് നമ്മൾ മാറ്റി പുതുപ്പള്ളി സാധു. തെച്ചിക്കോട്ടുകാവ് ഫോഴ്സ് അതിനാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്പത്തിയുടെ സൈസാണ്. എൻ്റെ കൈപ്പത്തി എന്ന് പറയുമ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ അല്ല, ഒരു ഈ ഒരു സൈസ്. അയ്യോ, ഇത് 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 തിരുവമ്പാടി 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 ശരിയാ. കത്രി കൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. കാടളകി വരണ കൊമ്പനം തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ. എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ് ഡു ഇറ്റ് ഗൈസ്. ഒറ്റയടിക്ക് ഒരു കാർഡ്ബോർഡ് ഒരു വാന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഗൈസ്. എടാ മറ്റേ ആ മിനി KSRTC ടയറിന് ചേരുവാ. നീ കേട്ടത് ശരിയാ, കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ. ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് ചെയ്യുമ്പോൾ ഒരു കരകരപ്പൊരിയല്ലേ ഇത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. ഫോം ഷീറ്റ് എൻ്റെ കൈ ഇരുന്നിട്ടുണ്ട്. ഞാണ്ട് ഉപ്പും ഇത് നോക്കിക്ക് കഴിച്ചത്. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാകും ഗൈസ്. ഞാൻ ഈ ഫോണിൻ്റെ വൈഡ് ആംഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഗൈസ്. ഇത് വൈഡ് ആംഗിൾ അല്ല, ഇതിപ്പോൾ നമ്മളൊരു നോർമലിൽ നിന്നും 3x സൂമാണ്. ഞാനിത് വൈഡ് ആംഗിൾ കാണിച്ചു തരാം. കണ്ടോ? ഓൾറെഡി ചെറുതായിപ്പോയി. സംഗതി ഒരു ഉപകാരമുണ്ട് ഗൈസ്. ഉണ്ടാ എടാ മുഖം ഇങ്ങോട്ട് നോക്കിയോ. ഉണ്ടോ? സാധനത്തിന് പ്രത്യേകതയാണ് ഗൈസ്. ഇപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് എനിക്കത് ചെറുതാണ്. അങ്ങനത്തെ ഒരു ഉപകാരം കൂടി ഓപ്പോ F1 STക്ക് ഉണ്ട് ഗൈസ്. വിഷമം ഗൈസ്. അപ്പം ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ ഇത് ഡോറല്ല ഗൈസ്, ഇത് പിറ്റ്ബുൾ ഇതാണ് ഗൈസ് സംഭവം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഞാൻ മടുത്തു.